പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 28ാമത്തെ ലെസൺ നമ്മളുടെ ബൈബിൾ ബുക്സിലൂടെയുള്ളതായ യാത്ര എന്ന പരമ്പരയിൽ എസ്രായുടെ പുസ്തകമാണ് ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എടുത്തതായ ലെസൺ 27 അതായത് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകമാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ടാണ് ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ എസ്രായിലും പഠിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് ദിനവൃത്താന്തം 36 അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതായ വാക്യം ഇതാണ്: യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിലായിട്ട് ഒന്നും പറയുന്നതിനുള്ളതായ സമയം കഴിഞ്ഞ ആഴ്ച കിട്ടിയില്ല. എന്നാൽ 1-2 കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്നും ന്യായപ്രമാണം മോശയിൽ നിന്നും പ്രാപിച്ചപ്പോൾ നിങ്ങൾ ശബത്ത് ആചരിക്കണം എന്നുള്ളതായ ഒരു കൽപ്പന കൊടുത്തിരുന്നു. 7-ാം ദിവസം ശബത്ത് ആചരിക്കണം. അതുപോലെ തന്നെ 7 വർഷം കഴിയുമ്പോൾ 7ാമത്തെ വർഷം ഭൂമിക്ക് ഒരു ശബത്ത് കൊടുക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. 6 വർഷം നിങ്ങൾ ഭൂമിയിൽ വേല ചെയ്തിട്ട് അധ്വാനിച്ചിട്ട് ഫലമെടുക്കുക, 7ാമത്തെ വർഷം അതിൽ അധ്വാനിക്കരുത്, ആ ഭൂമിക്ക് റെസ്റ്റ് കൊടുക്കണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. എന്നാൽ ഈ 490 വർഷക്കാലം ഈജിപ്തിൽ നിന്നും വന്നതിന് ശേഷമായിട്ട് ഇവർ കനാൻ ദേശത്ത് പാർത്തു എങ്കിൽ തന്നെയും ആ ശബത്ത് നാളുകൾ അവർ ആചരിച്ചില്ല എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഒരു ശിക്ഷ ദൈവസന്നിധിയിൽ നിന്നും വരുന്നതായിട്ടാണ് ഇവിടെ നമ്മൾക്ക് ഒരു കാലക്കണക്ക് മൂലം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 21ാമത്തെ വാക്യം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ദിനവൃത്താന്തത്തിൻ്റെ ഒടുവിൽ കൺക്ലൂഷനായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-7-49 എന്ന് പറഞ്ഞാൽ 490 വർഷങ്ങൾ അവർ ജീവിച്ചിട്ട് ശബത്ത് ആചരിച്ചില്ല എന്ന് പറയുമ്പോൾ, ദേശത്തിന് ശബത്ത് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ 70 വർഷക്കാലം ആ ഭൂമി, അവിടുത്തെ ഭൂമി ശബത്തിന് അർഹതപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. അങ്ങനെ അർഹതപ്പെട്ടിരിക്കുന്നതായ ആ ദേശത്തിന്, അല്ലെങ്കിൽ അതൊരു കടമായിട്ട് ആ ദേശത്തിനുള്ളത് കൊണ്ട് ഇവരെ ആ ദേശത്ത് നിന്ന് മാറ്റി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ഈ ദേശത്തിന് 70 വർഷം ശബത്ത് തികയുവോളം, 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ കൽപ്പനയിൽ ഒന്നാണ് ഇതിൻ്റെ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇന്നത്തെ കാലത്തും പലരും വളരെ ലളിതമായിട്ടും സീരിയസ് അല്ലാതെയും എടുക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ശബത്ത് ആചരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ കടന്നു പോകുവാൻ വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നത്? സഭയിൽ പോകുന്നത് അല്ലെങ്കിൽ ചർച്ചിൽ പോകുന്നത് എന്താണ് അതിൻ്റെ ആവശ്യകത എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം അത് കണക്കിലെടുക്കുന്നതായ ഒരു കാര്യമാണ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും ഉത്സാഹമുള്ളവരായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ കഴിഞ്ഞ
പ്രാവശ്യത്തെ ആ ലെസനോടനുബന്ധിച്ചിട്ടുള്ളതായ ഒരു വാക്യമാണ് ഇവിടെ ഈ ശബത്തിൻ്റെ കാര്യവും. അതോടൊപ്പം അവരെ 70 ശബത്ത് നാളുകൾ അനുസരിച്ച് 70 വർഷത്തേക്ക് അവരെ ബാബേലിലേക്ക് വിടുകയും ചെയ്തു എന്നുള്ളതായ കാര്യം. അടുത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ എസ്രായുടെ പുസ്തകത്തിലേക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ വരുമ്പോൾ, ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെയാണ് എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾക്ക് എസ്ര ഈ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എസ്രായുടെ പുസ്തകം ആരംഭിക്കുന്നതിൻ്റെ 1-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയേക്കുന്നത്: യെരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരേശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേശിൻ്റെ മനസ്സിനെ ഉണർത്തി. ഇവിടെ യെരമ്യാ മുഖാന്തരമുണ്ടായതായ അരുളപ്പാടിനോട് ചേർത്ത് താൻ എഴുതിയേക്കുന്നതായ ഒരു വാചകം കൂടെ ഈ പുസ്തകത്തിൽ, എസ്രായുടെ പുസ്തകത്തിൽ താൻ ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരേശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേശിൻ്റെ മനസ്സിനെ ഉണർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം എസ്ര ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ആരായിരുന്നു ഈ എസ്ര? എസ്ര എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനാണ്. അങ്ങനെ ഈ പുസ്തകത്തിന് തൻ്റെ പേര് തന്നെയാണ് എസ്ര എന്ന് ഇട്ടിരിക്കുന്നത്. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എസ്രായെക്കുറിച്ചുള്ളതായ ചില വിവരങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ മഹാപുരോഹിതനായ അഹരോൻ്റെ തലമുറയിൽപ്പെട്ടവനായിരുന്നു. അപ്പോൾ ഒരു പുരോഹിത വർഗത്തിൽപ്പെട്ടവനായിരുന്നു അവൻ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് മാത്രവുമല്ല, അവൻ ദാവീദിൻ്റെ കുലത്തിൽ ജനിച്ചവനായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിളിയുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉള്ള ഒരുവനായിരുന്നു എസ്ര ശാസ്ത്രി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബാബിലോണിൽ ഉയർന്ന ഒരു ഉദ്യോഗമുള്ള ആളായിരുന്നു. അവിടെ രാജധാനിയിൽ നല്ല സ്ഥാനവും അതുപോലെ തന്നെ രാജധാനിയിലുള്ളതായ രേഖകൾ ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നതായ, അതിനോടനുബന്ധിച്ചുള്ളതായ ജോലിയൊക്കെ ഉണ്ടായിരുന്നതായ ഒരുവൻ ആയിരുന്നു. ഒരു ശാസ്ത്രിയായിരുന്നു, നല്ല അറിവുള്ളവനായിരുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൽ നല്ല അറിവുള്ള ഒരാളായിരുന്നു എസ്ര ശാസ്ത്രി. തനിക്ക് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലും അവരുടെ ഈ ആലയത്തിൻ്റെ കാര്യത്തിലും, ആലയം ഇടിഞ്ഞു കിടക്കുന്നതിലും, ആലയം പുതുക്കി പണിയുന്നതിലും, അതുപോലെ തന്നെ ജനത്തെ തിരിച്ച് മടക്കിക്കൊണ്ടു പോകുന്നതിലും, അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ വാക്കുകൾ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരിച്ച് അവിടേക്ക് കൊണ്ടുപോകുവാനും വേണ്ടി ഒക്കെയുള്ളതായ ഉത്സാഹം തനിക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ എസ്രായുടെ പുസ്തകത്തിലെ ഒരു തീം എന്തുവാണ് എന്ന് ചോദിച്ചാൽ, അവിടെ നമുക്ക് മെയിനായിട്ട് കാണുന്നത് ഇസ്രായേൽ മക്കളുടെ മടങ്ങിവരവാണ് ഒന്നാമതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു പുനരുത്ഥാനം, അവരെ ഉദ്ധരിക്കുക, വീണ്ടും അവരെ ഒന്ന് റിസ്റ്റോർ ചെയ്യുക, പഴയ ആ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവന്നിട്ട് അവരെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതായ ആ ശുശ്രൂഷയിൽ വളരെ പങ്കുവഹിച്ചതായ ഒരാളാണ് എസ്രായും. അതുപോലെ തന്നെ ഇവിടെ പ്രധാന കഥാപാത്രമായ സെരുബാബേൽ എന്ന് പറയുന്ന ആളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഇസ്രായേൽ മക്കൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ആ കൾച്ചർ എല്ലാം വളരെ ചേഞ്ചായിപ്പോയി. 70 വർഷം കൊണ്ട് മിശ്ര വിവാഹങ്ങളൊക്കെ ചെയ്ത് ഇവരുടെ ആരാധനാ സമ്പ്രദായങ്ങളും ദേവാലയത്തോടുള്ളതായ ആ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മാറിപ്പോയതുകൊണ്ട് ജനത്തെ ഒരു റിപ്പൻറ്റൻസിലേക്ക്, മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം വളരെ ഉത്സാഹിച്ചതായ ഒരു വ്യക്തിയാണ് ഈ എസ്ര ശാസ്ത്രി എന്ന് പറയുന്നതായ ആൾ. ഈ പുസ്തകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ദിനവൃത്താന്തത്തിൻ്റെ ഒടുവിൽ നമ്മൾ വായിച്ചതുപോലെ എന്താണ്, യെരമ്യാ പ്രവാചകൻ്റെ
ആ പ്രവചനമനുസരിച്ച് ജനങ്ങൾ അവിടേക്ക് പോയി എന്നുവരെയാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ നമ്മൾക്ക് ഇതിൻ്റെ അല്പം കൂടെ വിശദമായിട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ആദ്യമായിട്ട് നോർത്തേൺ കൺട്രി ആയ ഇസ്രായേലിനെ BC 722 10 ഗോത്രങ്ങൾ ആയിരുന്ന അവരെ അശൂർ രാജാവ് വന്ന് പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളതായ കാര്യം നമ്മൾക്ക് പഠിക്കുവാനായിട്ട് ഇടയായി. പിന്നീട് അതിന് ശേഷമായിട്ട് യഹൂദ്യ രാജ്യമാണ്. ആ രാജ്യത്തിൽ ഉള്ള യെരുശലേം പട്ടണവും യെരുശലേമിലെ ദേവാലയം ഇരിക്കുന്ന സ്ഥലത്താണ് ഈ ബാബിലോന്യർ 3 പ്രാവശ്യമായിട്ടാണ് അവരെ പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് പോയത് എന്നാണ് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ ഈ യഹൂദ്യയിൽ നിന്നും ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഒരു തിരിച്ചുവരവാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. ആ തിരിച്ചുവരവും ഒരു 3 പ്രാവശ്യമായിട്ടാണ്, 3 ഘട്ടമായിട്ടാണ് ഈ യഹൂദ ജനത്തിൻ്റെ തിരിച്ചുവരവ് ബാബിലോണിൽ നിന്നും ഈ യെരുശലേമിലേക്ക് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് സെരുബാബേൽ എന്ന് പറയുന്നതായ ഒരു ലീഡറിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് കുറേ ജനം ഇവിടേക്ക് കടന്നു വരുന്നത്. അത് നമ്മൾ ആദ്യം കേട്ടതുപോലെ, ആദ്യം നമ്മൾ വായിച്ചതുപോലെ, പാർസി രാജാവായ കോരേശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേശിൻ്റെ മനസ്സിനെ ഉണർത്തി എന്ന് പറയുമ്പോൾ, യെരമ്യാ പുസ്തകത്തിലും ഈ കാര്യം അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനമായിട്ട് പറഞ്ഞിട്ടുള്ളതായ കാര്യമാണ്. ഈ സമയത്ത് ആ ജനങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ദാനിയേൽ ഒക്കെ അവിടെ ഉണ്ട്. ദാനിയേലൊക്കെ ദൈവവചനത്തിലും പ്രവചന പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും ഒക്കെ നല്ല അറിവുള്ളതായ ഒരാളാണ്. അതുകൊണ്ട് ദാനിയേലായിരിക്കണം അവിടെ രാജകൊട്ടാരത്തിൽ നല്ല സ്ഥാനം വഹിക്കുന്നതായ ദാനിയേൽ ഇവിടെ രാജാവിനെ ഈ കാര്യം അറിയിക്കുകയുണ്ടായി. എന്ത് കാര്യം? ഈ കോരേശ് രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്ന് പറയുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെരമ്യാവ് അങ്ങയെക്കുറിച്ച്, തിരുമേനിയെക്കുറിച്ച് ഈ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ഈ ജനങ്ങളെയൊക്കെ വിട്ടയക്കുവാൻ തിരുമേനിയുടെ മനസ്സ് ഉണർത്തും എന്ന്. അത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയതായ കോരേശ് രാജാവ് അവൻ ഒരു വിളംബരം ചെയ്യുകയാണ്. യെരുശലേമിലൊരു ദേവാലയം ഇസ്രായേലിൻ്റെ ദൈവത്തിന് പണിയുവാൻ വേണ്ടി ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനു വേണ്ടി പോകാൻ താല്പര്യമുള്ളവർ എല്ലാം പോകുക, അതിനുള്ള എല്ലാ ഒത്താശകളും ഞാൻ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉത്സാഹിപ്പിച്ച്, അത് ദൈവത്തിൻ്റെ കണക്കിൽപ്പെട്ടതായ ഒരു കാര്യം, ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതായ ഒരു കാര്യം, നേരത്തെ തന്നെ പ്രവചിച്ചതായ ഒരു കാര്യമാണ്. അത് നിവർത്തിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആദ്യം സെരുബാബേലിൻ്റെ ചുമതലയിൽ ഒരു കൂട്ടം ആൾക്കാർ ആദ്യമായിട്ട് മടങ്ങി വരികയാണ്. അത് 538 BC-യിലാണ്, ക്രിസ്തുവിന് മുമ്പ് 538 വർഷങ്ങൾക്ക് മുമ്പാണ് അത് നടന്നത്. അവിടെ അതോടൊപ്പം നടന്നതായ കാര്യങ്ങളാണ് ഈ എസ്ര ഈ ചരിത്രത്തിൽ തൻ്റെ പുസ്തകത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് ആരുടെ കീഴിലാണ്? എസ്ര വീണ്ടും യെരുശലേമിലേക്ക് കടന്നു വരുന്നു ഒരു കൂട്ടം ജനങ്ങളുമായിട്ട്. താൻ അവിടേക്ക് കടന്നു വന്നിട്ട് ഈ ജനത്തെ, വഴിതെറ്റിപ്പോയതായ ജനത്തെ, കൾച്ചർ മാറിപ്പോയതായ ജനത്തെ അതൊക്കെയും കണ്ടിട്ട് തൻ്റെ മനസ്സ് ഉരുകുകയും അവരെയെല്ലാം വിളിച്ചു വരുത്തി ന്യായപ്രമാണം ശരിയായിട്ട് അവരെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗമായ ഉപവാസവും പ്രാർത്ഥനയും ഉപവസിച്ച് ഒരു റിപ്പൻറ്റൻസിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു റെസ്റ്റോറേഷൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നതായ ഒരു ശുശ്രൂഷയാണ് ഈ ഇവിടെ എസ്ര ചെയ്യുന്നതായ
ആയിട്ട് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് രണ്ടാമത്തെ മടങ്ങിവരവാണ്. യസ്ര അതിന് ലീഡർഷിപ്പ് എടുത്തു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മൂന്നാമതായിട്ട് വീണ്ടും ഒരു കൂട്ടർ അവിടെ നിന്നും വരുന്നുണ്ട്, ഈ ബാബേലിൽ നിന്നും. അതാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ആ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ അവിടെ നിന്നും തിരിച്ച് വരുമ്പോൾ, ബാബിലോണിൽ നിന്നും തിരിച്ചു വരുമ്പോൾ, അത് വരുന്നത് നെഹമ്യാവിൻ്റെ പ്രധാനമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് മതിൽ പണിയുക, ഇടിഞ്ഞു കിടക്കുന്നതായ യെരുശലേമിൻ്റെ മതിൽ പണിയുക. ഇവിടെ സെരുബ്ബാബേൽ ദൈവത്തിൻ്റെ ആലയം പണിയുന്നു. അതുപോലെ തന്നെ ഇവിടെ നെഹമ്യാവ് അടുത്ത പുസ്തകത്തിൽ നമ്മൾക്ക് കാണുന്നത് യെരുശലേമിൻ്റെ മതിൽ പണിയുന്നു, ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി, ശത്രുക്കളിൽ നിന്നും ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി. അങ്ങനെ ഉള്ളതായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രമായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ മൂന്ന് കൂട്ടരായിട്ട് ബാബേലിൽ നിന്നും ജനങ്ങൾ കടന്ന് ഈ സ്വന്തം ദേശമായ ഇസ്രായേലിലേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ യഹൂദ ദേശത്തേക്ക് കടന്നു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ ഈ 70 വർഷം കൊണ്ട് സെറ്റിലായ വേറെ അനേക ഫാമിലീസ് ഉണ്ട്. അവരൊക്കെ അവിടെ തന്നെ ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചവരുണ്ട്. ആ കൂട്ടത്തിലുള്ളതായ ചിലരുടെയൊക്കെ പേരുകളാണ് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാനിയേൽ മടങ്ങി വന്നില്ല, അവിടെ തന്നെ തുടർന്ന് നിലകൊണ്ടതായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ തുടർന്ന് നമ്മളുടെ ബൈബിൾ ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്ന എസ്തേറും ഇതുപോലെ മൊർദെഖായി ഒക്കെ ഈ യഹൂദന്മാരായിട്ട് അവിടെ തന്നെ പാർക്കുവാനായിട്ട് തീരുമാനിച്ച് അവിടെ താമസിക്കുന്നതായ ആളാണ്. ഈ ചാപ്റ്റർ 2 നമ്മൾ കടന്നു വരുമ്പോൾ, യെസ്രായുടെ പുസ്തകം അവിടെ വരുമ്പോൾ സെരുബ്ബാബേലിനോടുകൂടെ വന്നതായ ഒരു കൂട്ടം ആൾക്കാരുടെ ജനസംഖ്യയാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. അത് ഒന്നാമത്തെ മടങ്ങിവരവിൽ ഉള്ളതായ ഒരു കണക്കെടുപ്പാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വംശാവലിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ വംശാവലിയിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. വളരെ ബോറിങ് പോലെ പലർക്കും അനുഭവപ്പെടും. എന്നാൽ എന്താണ് ഈ വംശാവലി എഴുതിയിരിക്കുന്നത്? ഈ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർ ബാബേലിലേക്ക് കടന്നുപോയി 70 വർഷങ്ങൾ അവിടെ താമസിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സകല വീട് നഷ്ടപ്പെട്ടു, ബന്ധുക്കൾ നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു, ദേവാലയം നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട്, വീടുകൾക്കൊക്കെ തീ വെച്ച് ഒന്നും ഇല്ലാത്തവരായി തീർന്ന് അങ്ങനെ പുതിയ ജീവിതം നയിച്ച് 70 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആരാണെന്നോ, ഞാൻ ഏത് കുലത്തിൽപ്പെട്ടവനാണെന്നോ, എന്താണ് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം ശരിക്കും മനസ്സിലാക്കുവാനോ, ന്യായപ്രമാണവും ആരാധനയുമൊക്കെ ശരിയായിട്ട് ജീവിതത്തിൽ അനുഭവിക്കുവാനോ കഴിയാതെ 70 വർഷങ്ങൾ ആയപ്പോഴേക്ക് അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇവരൊക്കെ തിരിച്ചു വരുമ്പോൾ, ഈ സ്വദേശത്തേക്ക് വരുമ്പോൾ, ആദ്യമായിട്ട് സെരുബ്ബാബേൽ ഇവരെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ വംശാവലി എഴുതിയിരിക്കുകയാണ്. ഇവരെല്ലാം ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ്. പുരോഹിതന്മാരുടെ കൂട്ടത്തിലുള്ളവർ, ലേവിയരുടെ കൂട്ടത്തിലുള്ളത്, ഇവരൊക്കെയാണ് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം വിളിക്കപ്പെട്ടവർ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ വംശാവലി ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരുശലേമിൽ വന്നുകൂടി. യോസാദാക്കിൻ്റെ മകനായ യോശുവയും അവൻ്റെ സഹോദരരായ പുരോഹിതന്മാരും ശെൽത്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിന് യാഗപീഠം പണിതു. ആദ്യമായിട്ട് അവർ ചെയ്തത് യാഗപീഠം പണിതതായിട്ടാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ 3:8 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, 3:8
നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവർ യെരുശലേമിലെ ദേവാലയത്തിൽ എത്തിയതിൻ്റെ രണ്ടാം മാസം ശെൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലും യോസാദാക്കിൻ്റെ മകനായ യോശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർ എല്ലാവരും കൂടി പണി തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 2 വർഷക്കാലം ഈ പ്രവാസത്തിൽ നിന്നും ഈ യെരുശലേമിലേക്ക് അല്ലെങ്കിൽ യഹൂദയിലേക്ക് കടന്നു വന്നവർ എല്ലാം തങ്ങളെ തന്നെ ഒന്ന് സെറ്റിൽ ചെയ്യുന്നതായ ഒരു സമയമായിരുന്നു. തങ്ങൾക്കൊരു വീടില്ല, ഒരു ടെമ്പററി ആയിട്ടെങ്കിലും ഒരു വീട് വയ്ക്കണം, അത് വളരെ ആവശ്യമാണ്. അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് ക്രമീകരിക്കണം. അയൽക്കാരുമായിട്ടുള്ളതായ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണെന്ന് തിരിച്ചറിയണം. അവിടുത്തെ കൃഷിക്കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണം. അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ, അങ്ങനെ പല കാര്യങ്ങൾ ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് ഒന്നുമില്ലാതെ വരുമ്പോൾ ക്രമീകരിക്കാനുള്ളത് കൊണ്ട് ആദ്യത്തെ 2 വർഷം ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ആലയത്തിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമായിട്ട് 2 വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ പണി സെരുബാബേലും കൂടെ വന്നവരും ഈ പുരോഹിതന്മാരുടെ ഒക്കെ സഹായത്തോടുകൂടെ തുടങ്ങി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യെരുശലേം ദേവാലയത്തിൻ്റെ പണി തുടങ്ങിയെന്ന് പറയുമ്പോൾ ബാബിലോണിൽ നിന്ന് നെബൂഖദ്നേസർ രാജാവ് വന്ന് ഈ ആലയത്തെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളയുകയും അതുപോലെ തന്നെ അതിന് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മതിൽ എല്ലാം ഇടിച്ചു കളഞ്ഞു. ശത്രുക്കൾക്കെല്ലാം യാതൊരു പ്രയാസവും കൂടാതെ വെളിയിൽ നിന്നും അകത്തേക്ക് കയറി ഏത് സമയവും കൊള്ള ചെയ്യുകയാനും അവരെ ഇൻസൾട്ട് ചെയ്യുകയോ അബ്യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ളതായ സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിലൊക്കെ അവർ വറീഡായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ആ സാഹചര്യത്തിൽ ആദ്യമായി 2 മാസം 2 വർഷക്കാലം ചില ക്രമീകരണങ്ങളൊക്കെ ജീവിത സൗകര്യത്തിനു വേണ്ടി ചെയ്തിട്ട് പിന്നീട് ഈ ദേവാലയം പണി തുടങ്ങി. അതോടൊപ്പം തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം ഇട്ടു. 6-ാമത്തെ വാക്യത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത് യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുവാൻ തുടങ്ങി. എന്നാൽ യഹോവയുടെ മന്ദിരത്തിൻ്റെ അടിസ്ഥാനം അതുവരെ ഇട്ടിരുന്നില്ല. എന്നാൽ അവരൊരു യാഗപീഠം പണിതതായിട്ട് 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ആദ്യമായിട്ട് ഒരു യാഗപീഠം ആ ദേവാലയം ഇരിക്കുന്നതായ സ്ഥലത്ത് പണിയുകയും ആ യാഗത്തിൻ്റെ ക്രമീകരണങ്ങൾ അവൾ സ്റ്റാർട്ട് ചെയ്യുകയും തുടർന്ന് ഈ ദേവാലയത്തിൻ്റെ ഭിത്തികളും തുടർന്നുള്ളതായ കാര്യങ്ങൾ ഒക്കെ പണിയുന്നതിന് ഉള്ളതായ ശ്രമങ്ങൾ അവർ തുടങ്ങി എന്നാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എന്താണ് ഈ യാഗപീഠം പണിയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി യാഗപീഠം എന്തുകൊണ്ടാണ് പണിതത്? ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന് പറയുന്നത്, ആരാധിക്കുവാൻ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് ഏലിയാവിൻ്റെ ചരിത്രം നമ്മൾക്ക് എല്ലായ്പ്പോഴും പ്രസംഗത്തിൽ കൂടെ കേൾക്കുന്നതായ ഒരു വിഷയമാണ്. അധികം വിശദീകരിക്കാതെ തന്നെ നമ്മൾക്ക് അറിയാം. അവിടെ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ താൻ ചെയ്തതായ ഒരു യാഗമുണ്ട്. അത് ഇസബേൽ രാജ്ഞിയുടെ പ്രവാചകന്മാരായ 400 പേർ തനിക്കെതിരായിട്ട് നിൽക്കുമ്പോൾ, അവരുടെ പ്രാർത്ഥന കേൾക്കാതെ അവരുടെ യാഗപീഠത്തിൽ തീ ഇറങ്ങാതെ ഇരിക്കുമ്പോൾ, ആദ്യമായിട്ട് ഈ ഏലിയാവ് ചെയ്യുന്നത് യാഗപീഠത്തിൻ്റെ കല്ലുകൾ ഇസ്രായേലിൻ്റെ ഗോത്ര സംഖ്യയ്ക്ക് അനുരൂപമായിട്ട് വെച്ചിട്ട് 12 കല്ലുകൾ ഒരുപോലെ അടുക്കി വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഒരു വാചകം പ്രാപിച്ച് ഒരു ഷോർട്ട് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞാൻ നിൻ്റെ ദാസനെന്നും നീ സർവശക്തിയുള്ളതായ ദൈവമെന്നും ഈ ജനം അറിയേണ്ടതിന്, ഈ ഇസ്രായേൽ ജനം അറിയേണ്ടതിന് ഈ ആകാശത്ത് നിന്ന് തീയിറക്കി ഈ യാഗപീഠത്തെ ദഹിപ്പിക്കണമേ എന്നുള്ളതായ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാചകങ്ങളോ വാക്കുകളോ അതിൻ്റെ രൂപഭംഗിയോ ഒന്നും ഓർക്കാതെ ദൈവം
പ്രാർത്ഥന കേട്ട് ആകാശത്തു നിന്നും തീയിറക്കി യാഗവസ്തുവിനെയും ഒക്കെ ദഹിപ്പിച്ചതായിട്ടാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ അവൻ്റെ വ്യവസ്ഥ പ്രകാരം നമ്മൾ ആരാധിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ആ രീതിയിലാണ് നമ്മളും ദൈവത്തിൻ്റെ വചനം എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുകയും അത് പഠിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യേണ്ടതായിട്ടാണ്. ചാപ്റ്റർ 4 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യെസ്രായുടെ പുസ്തകം ചാപ്റ്റർ 4 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, ചുറ്റുമുള്ള ശത്രുക്കൾ ഇതാ പണിയൊക്കെ തടസ്സപ്പെടുത്തുകയാണ്. ഇവിടെ സെരുബാബേലും കൂടെയുള്ളവരും യാഗപീഠം പണിതു, യാഗമൊക്കെ ആരംഭിച്ചു. സന്തോഷത്തോടുകൂടെ ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ ക്രമീകരിച്ച് പണി തുടങ്ങിയപ്പോൾ ആ ദേശനിവാസികളായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ എതിര് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇസ്രായേൽ ദേശത്ത് ഈ ജനത്തെ പിടിച്ചുകൊണ്ട് അശൂര് പോയപ്പോൾ അശൂര് രാജാവ് വെളിയിൽ നിന്നും അവരുടെ ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുകയും അങ്ങനെ വേറെ ആരാധനകൾ അവിടെ നടത്തുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ അങ്ങനെയുള്ളതായ ആൾക്കാരും ചുറ്റുപാടുള്ള ആൾക്കാരും എല്ലാം കൂടി ഈ യഹൂദ്യ ദേശത്തേക്ക് വന്ന് ഈ പണി നടത്തുവാനായിട്ട് പാടില്ല, ഈ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പാടില്ല എന്ന് പറയുന്നതായ കാര്യമാണ് ഇവിടെ നമുക്ക് 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അതുമാത്രവുമല്ല, പേർഷ്യൻ ചക്രവർത്തി ഈ സമയം ആയപ്പോഴേക്കും കോരേശ് രാജാവ്, സൈറസ് എന്ന് പറയുന്നതായ ആ രാജാവ് മരിക്കുകയുണ്ടായി. അതിനുശേഷമായിട്ട് അടുത്ത ഒരു രാജാവാണ് ഭരണത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ ആ രാജാവിന് ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ്, ഈ ദേശത്ത് ഒരു ജാതി ഇവിടേക്ക് കടന്നു വരുന്നു, ഇവർ വളരെ മത്സരബുദ്ധിയുള്ളതായ ആൾക്കാരാണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു രാജാക്കന്മാരുണ്ടായിരുന്നു, ഈ ദാവീദും ശലോമോൻ്റെയൊക്കെ കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. അവരൊക്കെ ചുറ്റുപാടുമുള്ളതായ രാജ്യങ്ങളെയൊക്കെ കീഴടക്കുകയും അവരോടൊക്കെ കപ്പം വാങ്ങിക്കുകയും നികുതിയെ ഒക്കെ പിരിക്കുകയും ചെയ്തവരായിരുന്നു. ഇവരെ ഈ ആലയം പണിത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എല്ലാം അവർ റിജക്റ്റ് ചെയ്ത് നമ്മളോട് മത്സരിക്കുന്നതിനുള്ള ഇടയാകും. അതുകൊണ്ട് ഇവരെ ഇതിനെ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റുമുള്ളതായ ഈ ആൾക്കാർ ശത്രുത എടുത്തുകൊണ്ട് ഈ പേർഷ്യൻ ചക്രവർത്തിക്ക് ഒരു സ്റ്റേ ഓർഡർ റിക്വസ്റ്റ് ചെയ്യുകയും അങ്ങനെ അത് അവർ നോക്കിയതിന് ശേഷമായിട്ട് ചക്രവർത്തി പറയുകയാണ്, അടുത്ത ഒരു കൽപ്പന വരുന്നത് പോലെ നിങ്ങൾ പണി ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു സ്റ്റേ ഓർഡർ കൊടുക്കുന്നതായിട്ടും അങ്ങനെ ചില വർഷങ്ങൾ, ഏകദേശം 16 വർഷങ്ങളോളം ഈ ആലയത്തിൻ്റെ പണി അവിടെ മുടങ്ങിക്കിടന്നു എന്നുമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ചാപ്റ്റർ 5 നമ്മൾ കടന്നു വരുമ്പോൾ അടുത്തതായിട്ട് ദാര്യാവേശ് രാജാവ് ഭരണത്തിൽ വരുന്നു. ഇങ്ങനെ ഭരണകൂടങ്ങൾ അക്കാലത്ത് രാജാക്കന്മാരുടെ കാലം കഴിയുമ്പോൾ അത് മാറിപ്പോവുകയും പുതിയ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ വരിക പതിവായിരുന്നു. അപ്പോൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാര്യാവേശ് രാജാവ് വീണ്ടും ഈ കാര്യങ്ങൾ, ഈ രേഖകളൊക്കെ പരിശോധിക്കുവാനായിട്ട് ഓർഡർ ഇട്ടു. അങ്ങനെ ഈ കോരേശ് രാജാവിൻ്റെ സമയത്തുണ്ടായിരുന്ന രേഖകളൊക്കെ രേഖാമുറിയിൽ നിന്നും പരിശോധിച്ചിട്ട് അവർ കണ്ടുപിടിക്കുകയുണ്ടായി. ഇങ്ങനെ കോരേശ് രാജാവിനെ ദൈവം ഉണർത്തിയെന്നും കോരേശ് രാജാവിൻ്റെ ആഗ്രഹപ്രകാരമാണ് അല്ലെങ്കിൽ കൽപ്പന പ്രകാരമാണ് ഈ ആലയം പണിയുന്നതിന് ജനത്തെ വിട്ടയച്ചതെന്നും അതുമാത്രവുമല്ല, ഈ ബാബിലോൺകാർ അവർ പിടിച്ചതായ സമയത്ത് ആലയത്തിൽ നിന്നും കവർന്നെടുത്ത് കൊണ്ടുവന്നതായ സ്വർണ്ണപാത്രങ്ങളും തവികളും ആരാധനയ്ക്കുള്ളതായ സാധനങ്ങളുള്ള എല്ലാം തന്നെ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതൊക്കെയും തിരിച്ച് കൊണ്ടുപോയി പണിയുവാൻ വേണ്ടി ഈ കോരേശ് രാജാവ് അനുവദിച്ചതായിട്ടും ആ രേഖകൾ കണ്ടെത്തുകയും അങ്ങനെ ആ സമയത്ത് വീണ്ടും പണി ചെയ്യുന്നതിനുള്ളതായ അനുവാദം കിട്ടുകയും, ഇതെല്ലാം ദൈവത്തിൻ്റെ ആലോചന പ്രകാരവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ
കൃപ ഉള്ളതുകൊണ്ടുമാണ് നടന്നത് എന്ന് പ്രത്യേകം നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് ആലയത്തിൻ്റെ പണി പൂർത്തിയാകുന്നതായ ഒരു സംരംഭമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു, ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സെഖര്യാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും വന്നു. അവർ ഇസ്രായേലിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരവും കോരേശിൻ്റെയും ദാരിയാവേശിൻ്റെയും പാർസി രാജാവായ അർത്തസഷ്ടാവിൻ്റെയും കൽപ്പന പ്രകാരവും അത് പണി തീർത്തു. അങ്ങനെ സെരുബാബേലാണ് ഈ ആലയത്തിൻ്റെ പണി തീർത്തത്. ഈ രാജാക്കന്മാരായിട്ടുള്ളതായ കോരേശ്, ദാരിയാവേശ്, പാർസി രാജാവായ അർത്ഥസഷ്ടാവ് എന്നിവരൊക്കെ രാജാക്കന്മാരായിട്ട് സേവനം ചെയ്തതായ പാർസി രാജ്യത്തിലെ രാജാക്കന്മാരുടെ കാലത്താണ് ഈ പണി തീർത്തത്. അതോടൊപ്പം തന്നെ പെസഹയൊക്കെ അവർ ആചരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ഇനിയും 7-ാമത്തെ അധ്യായത്തിലേക്ക് യെസ്രായുടെ പുസ്തകം നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയാണ് നമ്മൾക്ക് യെസ്രായെ കാണുന്നത്. യെസ്രാ ഒരു എഴുത്തുകാരനാണ്. എന്നാൽ ഇതിൻ്റെ ആദ്യം മുതൽ ഇതിൻ്റെ പ്രധാന കഥാപാത്രമായിട്ടിരിക്കുന്നത് സെരുബാബേലാണ് ഈ യെരുശലേമിലെ ദേവാലയം പണിതത്. സെരുബാബേലാണ് ആദ്യം ഈ ബാബേലിലെ ജനവുമായിട്ടൊരു മടക്കയാത്ര ചെയ്ത ആദ്യത്തെ ഒരു റിട്ടേണിൽ സഹായിച്ച ആ ലീഡർ സെരുബാബേലാണ്. എന്നാൽ രണ്ടാമതായിട്ട് വരുന്നതാണ് ഈ യെസ്രാ പുരോഹിതൻ, യെസ്രാ ശാസ്ത്രി എന്ന് പറയുന്നതായ ആൾ. അവനും ഈ കൊട്ടാരത്തിൽ നല്ലതായ ഇൻഫ്ലുവൻസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ രാജാവിനോട് ഈ കാര്യം പറയുകയും ആവശ്യമായ എല്ലാവിധമായ സപ്പോർട്ട് ഒക്കെ കൊടുത്തിട്ടാണ് അവൻ വിട്ടത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ യെസ്രായെ സംബന്ധിച്ച് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. പലപ്പോഴും നമ്മൾ യെസ്രായുടെ പുസ്തകം വളരെയധികമായിട്ട് പഠിക്കാറില്ല, കാരണം ചരിത്ര പുസ്തകമായതുകൊണ്ട്. അതുപോലെ തന്നെ ഉപദേശിമാരും ഇതിനെക്കുറിച്ച് അധികം പ്രസംഗിക്കുകയുമില്ല, കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതായ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട്. എന്നാൽ ഇവിടെ 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുവാനും അത് അനുസരിച്ച് നടക്കുവാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിക്കുവാനും യെസ്രാ മനസ്സ് വച്ചിരുന്നു. യെസ്രായുടെ ഒരു നല്ല ഗുണം, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ശ്രദ്ധേയമാണ്. അത് നമ്മളുടെ ജീവിതത്തിലും അത് ആചരിക്കണം. അത് അനുഗ്രഹത്തിന് കാരണമാണ്, ദൈവത്തിന് പ്രസാദകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് 10-ാമത്തെ വാക്യം, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കണം. ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ശരിയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിയായ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. രണ്ടാമതായിട്ട് അത് അനുസരിച്ച് നടക്കണം. അത് ശരിയായ ഒരു കാര്യമാണെന്നറിഞ്ഞാൽ അതനുസരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പിന്നീട് എന്താണ് പറയുന്നത്? അനുസരിച്ച് നടക്കുവാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിക്കുവാനും യെസ്രാ മനസ്സ് വച്ചിരുന്നു. നമ്മളൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറച്ചു വയ്ക്കാതെ മറ്റുള്ളവരെ ഉപദേശിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ ലജ്ജിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ 3 ഗുണങ്ങൾ ഉള്ളതായ ഒരാളായിരുന്നു ഈ യെസ്രാ ശാസ്ത്രി എന്ന് പറയുന്ന അയാൾ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ അവന് വളരെ സ്ഥാനമുള്ളത്. അതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ അവന് ലഭിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഇവിടെ ഈ 7-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യെരുശലേമിലെ യഹോവയുടെ ആലയത്തെ അലങ്കരിക്കേണ്ടതിന് ഇങ്ങനെ രാജാവിന് തോന്നിക്കുകയും രാജാവിൻ്റെയും അവൻ്റെ മന്ത്രിമാരുടെയും രാജാവിൻ്റെ സകല പ്രഭുവീരന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരായ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഈ യെസ്രാ ശാസ്ത്രി അവിടെ നിന്നും കടന്നു പോരുമ്പോൾ ഈ രാജാക്കന്മാരോട് ഈ ഹൃദ്യമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ യെസ്രാ സേവിക്കുന്നതായ ദൈവം,
എസ്ര സേവിക്കുന്ന ദൈവമെന്ന് പറയുമ്പോൾ എസ്ര മാത്രമല്ല സേവിക്കുന്നത്, നമ്മളും ദൈവത്തെയാണ് സേവിക്കുന്നത്. ഈ റിയലായിട്ടുള്ള ദൈവത്തെ, നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ എസ്രായ്ക്കുള്ളതായ പദവി നമ്മളുടെ ജീവിതത്തിലും ലഭിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ, ദൈവത്തെ സേവിച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ദൈവം നമ്മൾക്കായിട്ട് ഫേവർ ചെയ്യുന്ന ദൈവമാണെന്ന് ആണ് ഈ എസ്രായുടെ പുസ്തകത്തിൽ താൻ തൻ്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഞാനത് വായിക്കാം. ഇങ്ങനെ രാജാവിന് തോന്നിച്ചു. അപ്പോൾ രാജാക്കന്മാർക്ക് തോന്നിക്കുന്നവനാണ്. നമ്മളുടെ മേലധികാരികൾക്ക് നമ്മളുടെ ഒരു നല്ല ഫ്യൂച്ചർ ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ മനസ്സിനെ ഉണർത്തും. കോരേശിൻ്റെ മനസ്സിനെ ഉണർത്തിയതായ കർത്താവ് രാജാക്കന്മാരുടെ മനസ്സിനെ ഈ എസ്രായ്ക്ക് വേണ്ടിയും ഉണർത്തിയെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തോന്നിക്കുകയും രാജാവിൻ്റെയും അവൻ്റെ മന്ത്രിമാരുടെയും രാജാവിൻ്റെ സകല പ്രഭുവീരന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാകുകയും ചെയ്തു. അവരുടെയൊക്കെ ദയ ഈ എസ്രായിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത. എങ്ങനെയാണത് ലഭിച്ചത്? അവൻ്റെ മിടുക്കൊണ്ടല്ല, അവൻ്റെ സാമർഥ്യം കൊണ്ടല്ല, അവൻ്റെ കഴിവ് കൊണ്ടല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ നമ്മളുടെ ജീവിക്കുന്ന ദൈവമാണ് സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ. സകല രാജാക്കന്മാരുടെയും അരക്കച്ച അഴിക്കുകയും രാജാക്കന്മാരായിട്ട് വാഴിക്കുകയും ചെയ്യുന്നവൻ അവനാണ്. അതുപോലെ തന്നെ അവരുടെ മനസ്സിലും അവരുടെ ഹൃദയത്തെയും മാറ്റിമറിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനും അവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഈ എസ്ര ഈ കാര്യം പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എസ്ര ഇവിടേക്ക് കടന്നു വന്നു. കാര്യങ്ങളൊക്കെ ഈ തന്നോട് കൂടെ ഒരു കൂട്ടം ആൾക്കാരെ രണ്ടാമത്തെ പ്രയാണത്തിൽ ആ ബാബേലിൽ നിന്നും ഈ യഹൂദയിലേക്ക് കടന്നു വന്നു. അവരുടെ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ളതായ അവരുടെ ജിനിയോളജിയും പേര് പട്ടികകളൊക്കെയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഇവിടെ എന്താണ്? പഴയ നിയമത്തിലാണെങ്കിൽ തന്നെയും ഇവിടെ പറയുന്നത് എസ്ര പറയുകയാണ്, ഈ ന്യായപ്രമാണം പഠിച്ചവൻ, അതൊക്കെ പരിശോധിച്ച് നോക്കുന്നവൻ, അവൻ ഉപദേശിക്കുന്നവനാണ്. അവൻ്റെ ജീവിതത്തിലും അവൻ പറയുന്നത്, ഞങ്ങൾ അങ്ങനെ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. കാരണം അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. വളരെ കൾച്ചറൽ പ്രോബ്ലംസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ മിശ്ര ജാതികളുമായിട്ടുള്ള വിവാഹങ്ങൾ കഴിച്ച് സത്യദൈവത്തെ ആരാധിക്കുന്നതിന് ഇതിൽ നിന്നും മാറിപ്പോയവരായിരുന്നു. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തരേണ്ടതിന് വേണ്ടി, ജനങ്ങളെ കൂട്ടിവരുത്തേണ്ടതിന് വേണ്ടി, ജനങ്ങളെ ആലയത്തിലേക്ക് വരുത്തുവാൻ താല്പര്യം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ എസ്ര പ്രസംഗിക്കുമ്പോൾ അവൻ്റെ ആ ദൈവത്തിൻ്റെ വചനമൊക്കെ ഈ ജനങ്ങൾ കേൾക്കേണ്ടതിന് അവർക്കൊരു മനസ്സ് കൊടുക്കേണ്ടതിന് വേണ്ടി, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി അവർ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു എന്നാണ് ഇവിടെ നമുക്ക് കാണുന്നത്. നമ്മളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയും ഉപവാസവും എന്നുള്ളത്. ഉപവാസം എന്ന് പറയുന്നത് വളരെ ശക്തമേറിയതാണ്, പവർഫുള്ളാണ്. ശത്രു ആ സമയത്താണ് തോറ്റുപോകുന്നത്. ശത്രുവിനെ ജയിക്കുവാനുള്ളതായ ഒരു മാർഗമാണ് ഉപവാസം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് ഒരു സമയത്ത് ഇങ്ങനെ പറയുകയുണ്ടായി. അവർക്ക് ചെയ്യുവാൻ കഴിയാത്തതായ ഒരു കാര്യമുണ്ടായിരുന്നു. സൗഖ്യമാക്കാൻ വയ്യാത്ത ഒരു പൈതലിനെ അവർ വളരെ നിസ്സാരമായിട്ട് നിൽക്കുമ്പോൾ അവർ ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇവൻ സൗഖ്യമാകാഞ്ഞത് എന്ന്. അപ്പോൾ യേശു പറയുകയാണ്, അതൊരു പൈശാചിക ബാധയാകയാൽ ഇത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുപോകയില്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും ഉണ്ടെങ്കിൽ മാത്രമേ പിശാചിനെ
ജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വേറൊരു സത്യമാണ്, പിശാചും നമ്മളുടെ ആത്മീയ ജീവിതത്തെ പിടിച്ച് കെട്ടിവെക്കുവാൻ വേണ്ടി ശ്രമിക്കും, മുന്നോട്ട് വിടാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കും, വഴികളെ അടയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കും, നമ്മൾ നശിപ്പിക്കുവാൻ വേണ്ടി, തലമുറകളെ നശിപ്പിക്കുവാൻ വേണ്ടി, ഭാവി നശിപ്പിക്കുവാൻ വേണ്ടിയൊക്കെ. അങ്ങനെ കള്ളൻ്റെ പ്രവൃത്തി ചെയ്യുന്നവൻ, കൊലപാതകൻ്റെ പ്രവൃത്തി ചെയ്യുന്നവനാണ് പിശാച്. ഈ ജാതി വിട്ടുപോകണമെങ്കിൽ, പിശാചിൻ്റെ ജാതി വിട്ടുപോകണമെങ്കിൽ എന്തു ചെയ്യണം? ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതായ കാര്യം പഴയ നിയമത്തിലെയും ഒരു ഉപദേശമാണ്. അതറിഞ്ഞുകൊണ്ടാണ് ഇവിടെ യെസ്ര ഇപ്രകാരം ചെയ്യുന്നത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യെരുശലേമിലേക്ക് പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹവ ആറ്റിങ്കിൽ നിന്നും പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിച്ചു. അവിടെ ദൈവത്തിൻ്റെ കൈ അവന് അനുകൂലമായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അന്നത്തെ കാലത്ത് ഈ രാജസന്നിധിയിൽ നിന്നും ആലയത്തിന് വേണ്ടി വളരെ കളക്ഷനൊക്കെ എടുത്തുകൊണ്ട് സ്വർണവും വെള്ളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഈ യാത്ര ചെയ്യുമ്പോൾ കള്ളന്മാരുടെ ആപത്തും ഒക്കെ ധാരാളം ഉണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് ദൈവത്തിൻ്റെ കരം അനുകൂലമായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് കേട്ടുകൊണ്ടാണ്, അറിഞ്ഞുകൊണ്ടാണ് അവൻ പറയുന്നത്, ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരമെന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അത് വിശ്വസിക്കണം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്ന് ചോദിക്കുന്നതായ ചോദ്യം ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളുടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും, ജീവിതത്തിലെ പ്രയാസവേളകളിലും സന്തോഷവേളയിലും സങ്കടവേളകളിലും ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്നുള്ള വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിത യാത്ര നയിപ്പാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അങ്ങനെ നമ്മൾ വളരെ വേഗം ഈ പുസ്തകത്തിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അധിക സമയം അതിൽ ചിലവാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അനുതാപത്തിലേക്ക് ജനത്തെ നയിക്കുന്നതായ ഒരു കാര്യമാണ് ഈ യെസ്ര ശാസ്ത്രി ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ജനങ്ങളെയെല്ലാം അവരുടെ തെറ്റുകളെയൊക്കെ മനസ്സിലാക്കി, അതുപോലെ തന്നെ ഈ അവരുടെ കൾച്ചറലായിട്ടുള്ളതായ പ്രോബ്ലംസൊക്കെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് ആ തെറ്റിൽ നിന്നും അവരെ തിരിച്ച് സത്യ ആരാധനയിലേക്ക് മടക്കി വരുത്തുവാൻ വേണ്ടി അവൻ ഉത്സാഹം കാണിച്ചു. അങ്ങനെ ഒരു റിസ്റ്റോറേഷനും ഒരു റിപ്പൻറ്റൻസും ഒക്കെ അങ്ങനെയുള്ളതായ കാര്യത്തിൽ സഹായിക്കുന്നതായ ഒരു ദൈവം മനുഷ്യനാണ്, ഒരു ലീഡറാണ് ഈ യെസ്ര എന്ന് നമ്മൾക്ക് ഈ പുസ്തകത്തിൻ്റെ ഒടുവിൽ കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ചുരുക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തെ ആലയത്തിൻ്റെ പണിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആലയത്തിൻ്റെ പണിയെന്ന് പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ആലയമെന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്നതായ സ്ഥലം, ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്നതായ സ്ഥലം, ദൈവത്തെ ഒന്ന് ടച്ച് ചെയ്യുവാനും അവൻ്റെ ശബ്ദം കേൾക്കുന്നതുമായ സ്ഥലം, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി അടുത്ത് ചെല്ലുന്നതായ സ്ഥലം, അതാണ് ആലയമെന്ന് പറയുന്നത്. ഈവൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഏദൻ തോട്ടത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ദൈവം അവിടേക്ക് അടുത്ത് ചെന്ന് അവനെ കാണുവാനും അവനോട് സംസാരിക്കുവാനും അവനെ ആരാധിക്കുവാനും ഉള്ളതായ ഒരു ആലയം പോലെയാണ് ഈ ഏദൻ തോട്ടത്തെ അവൻ സൃഷ്ടിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അത് നഷ്ടപ്പെട്ടു. എന്നാൽ ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ ആ നഷ്ടപ്പെട്ടതായ പറുദീസ തുറക്കപ്പെട്ട സ്വർഗസ്ഥലങ്ങളിൽ അവിടെ ദൈവത്തിൻ്റെ നിവാസമായ ഒരു ടെമ്പിൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവരും ദൈവം തന്നെ നമ്മളുടെ വെളിച്ചമായിട്ടിരിക്കും. സൂര്യനും ചന്ദ്രനും അവിടെ ആവശ്യമില്ല. ദൈവജനം എല്ലാം അവിടെ സന്തോഷിക്കുന്ന, ദൈവത്തോട് കൂടെ വസിക്കുന്നതായ ഒരു ടെമ്പിൾ,
ഉൽപ്പത്തി പുസ്തകം അവിടെ നഷ്ടപ്പെട്ടത്. ദൈവം നമുക്ക് വിശ്വാസത്താൽ നൽകി തന്ന് വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ എന്നേക്കുമായിട്ട് നിത്യമായത് സാത്താൻ ഇല്ലാത്തതായ ഒരു സ്ഥലമായിട്ടാണ് അവിടെ നമുക്ക് കാണുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ ഇതിനിടയ്ക്കുള്ളതായ ചില ടെമ്പിൾസിനെ കുറിച്ച് കൂടെ ഞാൻ ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മോശയുടെ ജീവിതത്തിൽ അവൻ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം അതിൻ്റെ കാര്യങ്ങളും കണക്കുകളും ഒക്കെ മോശയോട് പറഞ്ഞ് ഉണ്ടാക്കിയതായ ഒരു കൂടാരമാണ് സമാഗമന കൂടാരം അല്ലെങ്കിൽ ടാബർനാക്കിൾ എന്ന് പറയുന്നത്. അവിടെ ദൈവം മോശയോട് അല്ലെങ്കിൽ പുരോഹിതന്മാരോട് ഒക്കെ അടുത്ത് സംസാരിക്കുകയും ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുകയും ദൈവത്തിൻ്റെ പ്രസൻസ് അറിയിക്കുകയും ശത്രുക്കളെ തോൽപ്പിക്കുവാൻ വേണ്ടി ജനങ്ങളോട് കൂടെ പുരോഹിതന്മാരുടെ തോളിൽ പെട്ടകം വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനം ആലയത്തോടുള്ള ബന്ധത്തിൽ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അതിന് ശേഷമായിട്ട് കുറേ കൂടെ മോഡേണായിട്ട് ഒരു ആലയം പണിയുകയാണ്. അത് ദാവീദിന് ആഗ്രഹമുണ്ടായിരുന്നു. ദാവീദിന് ആലയം പണിയണം എന്ന് ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ മകനായ ശലോമോനാണ് ആ ടെമ്പിൾ പണിതത്. ശലോമോൻ്റെ ദേവാലയം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. അതാണ് തീ കൊണ്ട് ചുട്ട് കളഞ്ഞത്, എല്ലാം ഇടിച്ച് കളഞ്ഞത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ യെസക്കിയേൽ ഒരു ദേവാലയം ആലയം അവൻ്റെ ദർശനത്തിൽ അവൻ കാണുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നദികൾ ഒക്കെ അതിൻ്റെ ഉമ്മരപ്പടിയുടെ ചുവട്ടിൽ നിന്നും കീഴിൽ നിന്നും ഒഴുകിപ്പോകുന്നു എന്നുള്ളതായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളതായ ഒരു ആത്മീയ ആലയത്തെക്കുറിച്ച് അവിടെ നമുക്ക് ഒരു ദർശനത്തിൽ കണ്ടതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ശലോമോൻ പണിതായ ദേവാലയം നശിപ്പിക്കപ്പെട്ടതായ സ്ഥലത്ത് വീണ്ടും ഈ ബാബേലിൽ നിന്നും കടന്നു വന്നതായ ആൾക്കാർ പണിതതായ ഒരു ദേവാലയമാണ് സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ നാം പഠിച്ചതായ പുസ്തകത്തിൽ എസ്രായുടെ പുസ്തകത്തിൽ സെരുബാബേൽ പണിതതായ ആലയം എന്ന് പറയുന്നത്. അപ്പോൾ സെരുബാബേൽ ഈ ആലയം റീബിൽഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ്റെ വലിയ പ്രവർത്തനമാണ് അവിടെ ചെയ്തത്. അവൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ദൈവം പ്രവാചകന്മാരെ ഒക്കെ അവിടേക്ക് അയച്ചിട്ട് അവനെ ധൈര്യപ്പെടുത്തതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നീട് നമുക്ക് വീണ്ടും സമയങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹെരോദാവ് പണികഴിപ്പിച്ചതായ ഒരു ദേവാലയമുണ്ട്. വളരെ മനോഹരമായ ഒരു ദേവാലയം, സ്വർണം ഒക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ട് പണികഴിപ്പിച്ചതായ ഒരു ദേവാലയമായിരുന്നു യെരുശലേമിലെ ഹെരോദാവ് പണികഴിപ്പിച്ചതായ ദേവാലയം. അതിനെ നോക്കിക്കൊണ്ടാണ് യേശു ഒരിക്കൽ പറഞ്ഞു, ഇത് എത്ര മനോഹരമാണെന്ന് ശിഷ്യന്മാർ പറഞ്ഞുവെങ്കിൽ തന്നെയും ഈ ആലയം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയും എന്ന് പറഞ്ഞതായ ആ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അത് യേശുവിൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തെ ഒരു മന്ദിരത്തോടെ അവിടെ കമ്പയർ ചെയ്യുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുമാത്രവുമല്ല, ഈ സഭയെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഈ വചനം പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമല്ലയോ എന്നുള്ളതായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെയൊക്കെ ശരീരം ദൈവത്തിന് വസിക്കുവാനുള്ളതായ സ്ഥലമായിട്ട് ശുദ്ധീകരിച്ച് ദൈവപ്രസാദം ഉള്ളവരായിട്ട് ജീവിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത്. യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ ആലയം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. നമ്മളുടെ മനുഷ്യരുടെ ശരീരമാണെങ്കിൽ തന്നെയും ഇതൊരാലയമാണെങ്കിൽ ഈ ആലയം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്.
വേറൊരു രീതിയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ എടുത്തു കളയുവാൻ, നമ്മുടെ ശരീരത്തിന് കേടുവരുന്നതായ കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ നമ്മൾ അലൗഡ് അല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കുകയാണ്. പുകവലി എന്ന് പറയുന്നത് ഈ ഫാക്ടറിയിൽ നിന്നും അതിൽ നിന്നും പുകക്കുഴൽ വിടുന്നത് പോലെ മൂക്കിൽ കൂടെ പുക വിട്ട് കഴിഞ്ഞാൽ ആ പുകവലി കൊണ്ട് ഹാർട്ടിനും ലങ്സിനും ഒക്കെ പ്രശ്നം വരുമ്പോൾ ആ ശരീരത്തെ കേടുവരുത്തുന്നതായ പ്രവർത്തനമായാൽ അത് ദൈവത്തിന് പ്രസാദമല്ല. അതുപോലെ തന്നെ ഈ കള്ളുകുടി എന്ന് പറയുന്നത് അതും അതുപോലെ തന്നെയാണ്. അത് ലങ്സിനൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ആ ശരീരത്തെ കേടുത്ത് വരുത്തുന്നതിനാൽ ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുപോലെ തന്നെ സ്വന്തം പ്രാണനെ എടുത്ത് കളയുന്നവർ, സൂയിസൈഡ് ചെയ്യുന്നവർ ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. അവരുടെ ബോഡിയെ നശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നതാണ്. നമ്മളുടെ ശരീരത്തെ സൃഷ്ടിച്ചവൻ ദൈവമാണ് അതിൻ്റെ ഉത്തരവാദി. ദൈവത്തോടാണ് കണക്ക് പറയേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ ശരീരത്തെ വളരെ വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കണം, വളരെ സൂക്ഷ്മതയോടുകൂടെ സൂക്ഷിക്കണം. അതിന് കേടുവരുന്നതായ മറ്റ് കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ അങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നതായ ഒരു വാക്യം നിങ്ങൾ ഓർക്കണം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുകയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിൻ്റെ ഉള്ളിൽ ഉണ്ടോ? എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതായ വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതാണ് സ്പിരിച്വൽ സാക്രിഫൈസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഹൃദയത്തിൽ നിന്നും പൊങ്ങുന്നതായ ആ ആരാധന, നന്ദി നിറഞ്ഞതായ വാക്കുകൾ, നമ്മളുടെ വായിൽ നിന്നും വരുന്നതായ വാക്കുകൾ, നമ്മളുടെ നാക്കുകൊണ്ട് ഒക്കെ സ്പിരിച്വൽ സാക്രിഫൈസ് അർപ്പിക്കുമ്പോഴാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിനെ എല്ലായ്പ്പോഴും ഉയർത്തി കാണിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമ്മൾ വളരെ പ്രസാദമുള്ളവരായിട്ട് തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നാം പറഞ്ഞതുപോലെ 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ നിവാസമായ കൂടാരം, അവിടേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയാണ് നമ്മൾക്ക് യാതൊരു പ്രയാസവും കൂടാതെ, ഈ മരണമോ കണ്ണുനീരോ ഒന്നും തന്നെ ഇല്ലാതെ, ദുഃഖമോ നെടുവീർപ്പോ ഒന്നും തന്നെ ഇല്ലാതെ കഴിയുന്നതായ ഒരു ആലയമാണ് ദൈവം നമ്മൾക്ക് വേണ്ടി തീർത്തിരിക്കുന്നത്. അത് നിത്യതയിലാണ്. ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ നമ്മൾ പാർക്കുമ്പോൾ പലപ്പോഴും ജനങ്ങൾ ചിന്തിക്കുന്നതായ ഒരു കാര്യമുണ്ട്. എന്താണ്? അപ്പോസ്തലനായ ആക്ട്സിൻ്റെ പുസ്തകം, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ അവൻ ആകപ്പാട് ഒരു പ്രസംഗമേ ചെയ്തിട്ടുള്ളതായിട്ടാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നത്. അവൻ്റെ ആ പ്രസംഗത്തിൽ അവൻ പറയുന്നത് എന്താണ്? അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല എന്നുള്ളതായ കാര്യം വളരെ വ്യക്തമായിട്ട് അന്നത്തെ പുരോഹിതന്മാരോടും പരീശന്മാരോടും ഒക്കെ വിളിച്ച് പറയുകയാണ്. അന്നത്തെ കാലത്ത് ഈ കൈപ്പണിയായ ഹെരോദാവിൻ്റെ ഈ ഹെരോദാവ് പണിയിപ്പിച്ചതായ ഈ ദേവാലയത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട്, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തതായ ആ ആലയത്തിന് പണി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ആലയത്തിന് വളരെ സ്ഥാനം കൊടുത്തുകൊണ്ട് തങ്ങളുടെ ഇഷ്ടം നിറവേറ്റുന്നതായ ആ പരീശന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് യേശു അതിനെ ചാട്ടവാർ കൊണ്ട് അവിടെയുള്ളവരെ അടിച്ച് പുറത്താക്കിയിട്ട് അതിനെ ശുദ്ധീകരിക്കുന്നതായ ഒരു കർമ്മം അവിടെ ചെയ്തതായിട്ട് കാണുന്നത്. അതൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെയുള്ളവരോട് ഈ സ്തേഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ പറയുകയാണ്, അത്യുന്നതനായ ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. പിന്നെയോ എവിടെയാണ് വസിക്കുന്നത്? നമ്മുടെ ഹൃദയങ്ങളിലാണ് വസിക്കുന്നത്. അവൻ നമ്മളെ നഷ്ടപ്പെട്ടതായ ജീവിതത്തെ വീണ്ടെടുത്ത് നമ്മളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് അവൻ്റെ ആലയമാക്കി തീർക്കുമ്പോൾ ആ ആലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അയച്ച് നമ്മളെ ബലപ്പെടുത്തും. അതുമാത്രവുമല്ല, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളെ നിറച്ചിട്ട് അവൻ്റെ സാന്നിധ്യത്താൽ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളെ നടത്തും എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മളുടെ ലെസൺ നമ്പർ 28 യെസ്രായുടെ പുസ്തകമാണ് പഠിച്ചത്. ഇതിൽ നിന്നും ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത് ഒരു ചരിത്ര പുസ്തകമാണെങ്കിൽ തന്നെയും സെരുബാബേൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിക്ക് പ്രാധാന്യം കൊടുത്ത് അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. അത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ മാഞ്ഞു പോകാത്തതായ വചനമാണ്. ദൈവത്തിന് വളരെ പ്രസാദമുള്ള കാര്യമാണ് തൻ്റെ ആലയം എന്നുള്ളത്, ആലയത്തിൻ്റെ പണി എന്നുള്ളത്. നമ്മളും ഈ ആലയത്തിൻ്റെ പണിക്കാരായിട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ല് വെച്ച് പുതിയ നിയമത്തിൻ്റെ ആലയത്തിൻ്റെ പണി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് വെച്ച് നമ്മെ ഓരോരുത്തരെയും ജീവനുള്ള കല്ലുകളാക്കി പണിതുകൊണ്ടിരിക്കുന്നതായ ഈ പ്രവർത്തനത്തിൽ നമ്മളെല്ലാവരും പങ്കുകാരായി തീരണമെന്നാണ് ആലയത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ആരെങ്കിലും ഇക്കാര്യത്തിൽ മടി വിചാരിച്ചിരിക്കുന്നുവെങ്കിൽ ആ കാര്യത്തിൽ ശുഷ്കാന്തിയുള്ളവരായിട്ട് നമുക്കിരിക്കാം. എന്നെക്കൊണ്ടത് കഴിവില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അവൻ നിനക്ക് അതിനുള്ളതായ കഴിവ് തരും. എനിക്ക് പേടിയാണ്, ഭയമാണ്, ലജ്ജയാണ് എന്ന് ഇരിക്കുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം ആവശ്യമായ ധൈര്യവും ബലവും നൽകി തരും. അങ്ങനെ യെസ്രായുടെ പുസ്തകത്തിൽ നിന്നും ഈ ആലയത്തിൻ്റെ പണിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, അതുപോലെ തന്നെ ജനത്തിൻ്റെ റെസ്റ്റോറേഷന് സഹായിച്ചതായ ആ റിപ്പൻറ്റൻസിലേക്ക് നയിച്ചതായ യെസ്രാ ശാസ്ത്രിയുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ വളരെ പ്രസാദമുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്തത്. അവരുടെ പ്രവൃത്തികൾ പോലെ നമ്മളുടെ ജീവിതത്തിലും കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പലരും ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് ഈ വീഡിയോകളുടെ നേരത്തെയുള്ള ലെസൺസൊക്കെ കിട്ടുന്നത് എന്ന്. എന്നാൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മാർഗം ഈ വീഡിയോയുടെ അടിയിലുള്ളതായ സബ്സ്ക്രൈബ് എന്നുള്ളതായ ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ, ആ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പുതിയ വീഡിയോ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ളതായ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ കൂടെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ christforcommunity.com എന്നുള്ളതായ ആ ഒരു യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാലും ഈ പഴയ ലെസൺസ് 1 മുതൽ 28ാമത്തെ ലെസൺ വരെയുള്ളതായ ഈ എ ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ് എന്നുള്ളതായ ആ ബൈബിൾ പരമ്പരയിലെ പാഠങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പരിചയപ്പെട്ടവർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അതും ഷെയർ ചെയ്യാൻ മടിക്കരുത് എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു.